ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഗോബൂസ് ജേണി. ഇപ്പോൾ മാമ്പഴക്കാലമാണ്. അപ്പോൾ എല്ലാവർക്കും മാമ്പഴം കിട്ടുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാനിന്ന് ഒരു മാമ്പഴ പുളിശ്ശേരിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനായി ഞാൻ 6 മാങ്ങയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. 6 മാങ്ങ നമുക്ക് തൊലി കളഞ്ഞിട്ട് ഒരു കടായിലേക്ക് ഇടാം. അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും ചേർക്കാം. കൂടെ നമുക്ക് പച്ചമുളക് ചേർക്കണം. അതിനായിട്ട് ഞാൻ 5 പച്ചമുളക് നെടുകെ കീറിയത് ഞാൻ ചേർക്കുന്നുണ്ട്. ഒരു 2-3 തണ്ട് വേപ്പിലയും പാകത്തിന് ഉപ്പും ഇട്ട് നഗയ്ക്ക് വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊന്ന് ഇളക്കി അടച്ചു വെച്ച് വേവിക്കാം. ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കണം, കാരണം തിളച്ച് വരുമ്പോൾ മാങ്ങ ചിലപ്പോൾ അടി പിടിക്കാനും സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇടയ്ക്കൊന്ന് ഇളക്കി നന്നായിട്ട് മാങ്ങ ഒന്ന് തിരിച്ചും മറിച്ചൊന്ന് ഇട്ട് കൊടുക്കണം. ഈ സമയത്ത് ഉപ്പൊന്ന് നോക്കിക്കോ, കാരണം ഉപ്പ് കുറവുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് മാങ്ങയിലൊക്കെ ഒന്ന് പിടിക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഉപ്പ് കുറവുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ചേർക്കാം. അടച്ച് വെച്ച് വേവിക്കാം. നന്നായിട്ട് വറ്റി വരണം. ഈ സമയത്തേക്ക് നമുക്ക് തൈര് നന്നായി ഒന്ന് ഉടച്ചെടുക്കാം. അതുപോലെ തന്നെ ഞാൻ അരമുറി തേങ്ങ ചിരകിയതാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് 2 പിഞ്ച് ജീരകം ചേർത്തു, ഒരു പച്ചമുളക് ചേർത്തു. നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. പണ്ടൊക്കെ അമ്മിയിൽ വെച്ചിട്ടായിരുന്നു നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കാറുള്ളത്. ഇന്നിപ്പോൾ കാലം മാറി, ആർക്കും നേരില്ലാണ്ടായി. അപ്പോൾ എല്ലാവരും മിക്സി യൂസ് ചെയ്യാൻ തുടങ്ങി. ഇത് നമ്മളുടെ മാങ്ങ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. കറക്റ്റ് പരുവാണ്. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ആദ്യം നമുക്ക് തേങ്ങയും നല്ല ജീരകവും അരച്ചതാണ് ചേർക്കേണ്ടത്. അപ്പോൾ അതിൽ നല്ല ജീരകത്തിൻ്റെ ആ മണവും ഒക്കെ ഒന്ന് പച്ചക്കുത്തൊക്കെ ഒന്ന് പോയി കിട്ടണം. നന്നായി അരച്ച തേങ്ങയുടെ അരപ്പ് നമുക്ക് ചേർക്കാം. ഒന്ന് കഴുകി ഒഴിക്കാം. ഭയങ്കരമായിട്ട് കുത്തി ഇളക്കരുത്. നല്ല ഒരേ ലെവലിൽ തന്നെ പതുക്കെ ഇളക്കി മിക്സ് ചെയ്യണം. ഇത് തേങ്ങയുടെ അരപ്പ് ഒക്കെ ഒന്ന് തിളച്ച് ഒന്ന് കുറുകി വരണം. മാങ്ങയിലൊക്കെ മസാലയൊക്കെ പിടിച്ച് ഒന്ന് കുറുകി വരണം. അതിന് ശേഷമാണ് നമ്മൾ തൈര് ചേർക്കാറുള്ളത്. ഈ സമയത്ത് ഉപ്പൊക്കെ ഒന്ന് നോക്കാം. എനിക്കിത്തിരി ഉപ്പ് കുറവുണ്ട്, ഞാനപ്പോൾ അത് ആഡ് ചെയ്തിട്ടുണ്ട്. നന്നായിട്ട് കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. പിരിയാനും ചാൻസ് ഉണ്ട് നമ്മൾ തേങ്ങ അരച്ചത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പതുക്കെ നമുക്ക് കുത്തി ഇളക്കലല്ല, പതുക്കെ നമുക്ക് ഇളക്കിക്കൊണ്ടിരിക്കുക. അത് ഒന്നും കൂടി നമുക്കൊന്ന് വന്ന് വറ്റി വരണം. എന്നാലേ നമ്മൾ ആ മോരും കൂടി ഒഴിക്കുമ്പോൾ കറക്റ്റ് കൺസിസ്റ്റൻസി കിട്ടുള്ളൂ. ഈ പരുവം മതി. ഇനി നമുക്കിതിലേക്ക് തൈര് ഉടച്ചത് നമുക്ക് ചേർക്കാം. നന്നായിട്ട് പതുക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. തൈര് ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് അധികം തിളപ്പിക്കേണ്ട കാര്യമില്ല, കാരണം ചിലപ്പോൾ പിരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഒന്ന് തിള പൊട്ടി വരുമ്പോൾ നമുക്ക് അടുപ്പിൽ നിന്ന് വാങ്ങാം. പിന്നെ നല്ല പുളിയുള്ള തൈര് ആണ് ചേർത്തതെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാര ഞാൻ ചേർക്കാറുണ്ട്. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇത്തിരി പുളി കൂടുതലാണ്. പുളി ഇവിടെ ഹസ്ബൻഡിന് ഇഷ്ടമാണ്, പക്ഷേ അച്ഛനൊന്നും അത്ര അങ്ങോട്ട് പുളിയുള്ളത് ഇഷ്ടമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനൊരു 1/2 ടീസ്പൂൺ പഞ്ചസാര ചേർക്കാറുണ്ട്. ഇതാ തള പൊട്ടി വരുന്നുണ്ട്. നമുക്കിനി ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കത് അടുപ്പിൽ നിന്നും വാങ്ങി വയ്ക്കാം. ഇനി നമുക്ക് താളിച്ചൊഴിക്കാനായിട്ട് ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഞാൻ ചേർക്കുന്നുണ്ട്. എണ്ണ ഒന്ന് ചൂടായി കഴിഞ്ഞാൽ നമുക്കതിലേക്ക് കടുകിട്ട് പൊട്ടിക്കാം.
അതിനുശേഷം നമുക്ക് ഒരു 1/4 ടീസ്പൂൺ ഉലുവ ചേർക്കുന്നുണ്ട്. കടുകും ഉലുവയും പൊട്ടിക്കഴിഞ്ഞ ശേഷം നമുക്ക് അതിലേക്ക് വേപ്പിലയും വറ്റൽമുളക് പൊട്ടിച്ചതും കൂടി ചേർക്കാം. ഇതാ വറ്റൽമുളകും വേപ്പിലയും ഒക്കെ നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മാമ്പഴ പുളിശ്ശേരിയിലേക്ക് ചേർക്കാം. അപ്പോൾ നമ്മളുടെ പുളിശ്ശേരി ഇതാ റെഡി ആയി കഴിഞ്ഞു. ഏറ്റവും എളുപ്പത്തിൽ അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലാണ്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണിത്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഈ ഒരു കറി ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു പപ്പടവും കൂടി ഉണ്ടെങ്കിൽ നമുക്ക് ചോറുണ്ണാൻ ഇത് മാത്രം മതി. അപ്പോൾ ഉണ്ടാക്കി നോക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമുക്കിത് സർവിങ് ബൗളിലേക്ക് മാറ്റാം.